ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഏകദേശം നമ്മളുടെ ചിക്കൻ കുറുമയുടെ ഒക്കെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ചെറുതായി കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വലിയ സൈസുള്ള ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മളുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം കാഷ്നട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ചൂടുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കസൂരി മേത്തിയും കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം കൂടുതൽ ടൈമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളവന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇത് നമ്മളുടെ ചിക്കൻ കുറുമയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കുറുമയാക്കുമ്പോൾ നമ്മളുടെ ഗ്രേവി നമ്മൾ പേസ്റ്റാക്കിയിട്ട് ഒഴിക്കുമല്ലോ. പക്ഷെ ഇത് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം ഒരുപോലെയാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഏകദേശം അതിൻ്റെ തന്നെ സെയിം ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.